ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ. നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ വളരെയധികം പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ദിവസവും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഗൂഗിളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്ലേ സ്റ്റോറിലൂടെ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും പല വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോഴും നമ്മൾ ഗൂഗിളുമായിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിൻ്റേതായ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് സ്പൈ ആപ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് വൈറസുകൾ, മാൽവെയറുകളൊക്കെ നമ്മുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഗൂഗിൾ ക്രോമിൽ തന്നെ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിനായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റേതായ രൂപത്തിൽ ഗൂഗിൾ ക്രോമിൽ ആ സെറ്റിങ്സുകളൊക്കെ നമ്മൾ മാറ്റം വരുത്താതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വരും. ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസുകൾ ഓഫിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷനാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്, അതായത് ആസ്ക് വെയർ ടു സേവ് ഫയൽ എന്ന ഓപ്ഷൻ. അതായത് നമ്മുടെ മൊബൈലിലേക്ക് ഏതെങ്കിലും ഒരു ഫയൽ സേവ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, അത് സ്പൈ ആപ്ലിക്കേഷൻ ആകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ആകട്ടെ, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഗൂഗിൾ ക്രോമിലൂടെയാണ് കേട്ടോ. അങ്ങനെ ഇൻസ്റ്റാൾ ആകണമെങ്കിൽ നമ്മുടെ പെർമിഷൻ വേണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിലൂടെ ഏതെങ്കിലും ഒരു സ്പൈ ലിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകും. അതിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേരോ അല്ലെങ്കിൽ ഐക്കണോ കാണുകയില്ല. അതൊക്കെ സ്പൈ ആപ്ലിക്കേഷനാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകാൻ ഒരിക്കലും തന്നെ സാധിക്കില്ല നമ്മളിത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത് സേവ് ആകണമെങ്കിൽ നമ്മുടെ പെർമിഷൻ ആവശ്യമാണ്. ഇത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ആക്കണോ വേണ്ടയോ എന്ന് നമ്മളോട് ചോദിക്കും. അതുകൊണ്ടാണ് ആസ്ക് വെയർ ടു സേവ് ഫയൽ എന്ന ഭാഗം ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ നമ്മൾ ഓക്കെ കൊടുക്കാതെ ഒരിക്കലും ഒരു സ്പൈ ആയിട്ടുള്ള ലിങ്കോ അല്ലെങ്കിൽ ഒരു സ്പൈ ആപ്ലിക്കേഷനോ മറ്റുള്ള മാൽവെയറുകളോ ഒന്നും തന്നെ നമ്മുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുകയില്ല. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൂഗിൾ ക്രോമുമായിട്ട് ബന്ധപ്പെടുന്ന ചില ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ ഓക്കെ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ കൊടുക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും തന്നെ ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആകുകയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു സെറ്റിങ്സ് ആണ് ഗൂഗിൾ ക്രോമിലുള്ള ഈ ഒരു സെറ്റിങ്സ്. നിങ്ങളുടെ മൊബൈലും ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.